കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം പല കോടി ജന്മങ്ങൾ കുമിളകളായുണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ കഥകളാകുന്നു നാം അറിവിലയെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകില്ലുൾ കഥ കഥകളാൽ നിഭൃതമീ പ്രകൃതിയും കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം കഥകളി കടലുകൾ കുലശൈല ശൃംഗങ്ങൾ കഥ തന്നെ വഴി നീളയടരുമീലകളും കഥനമായെരിയുമായുസ്സിന്റെ തിരികെട്ടു കഥ കഴിയുമ്പോൾ തുടങ്ങുന്നു പുതിയതൊന്നവസാനമില്ലാതെ കഥനമോ തുടരുന്നു 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 കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം വഴിയോര സത്രത്തിൽ അപരാഹ്നവേളയിൽ ഒരുമിച്ചുകൂടി പിരിഞ്ഞു പോകും വരെ പറയുക തേജോമയീം നൈഷ്ണികീം സ്മിതാപാന്തവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീ മധുസിതസൂത്യം അമൃതാമികാമേശ്വരീ. ഇവിടെ കൂടിയ ഇന്ദ്രാണി നഗറിലെ എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി കുറച്ചും കൂടി നന്നാക്കാൻ കുറേ പ്രയത്നിച്ചു. കാര്യങ്ങളൊന്നും കുട്ടികളൊന്നും കൂടുതലില്ലാത്ത കാരണം കൊണ്ട് നമുക്കുള്ളതിനെ കുറച്ച് ഭംഗിയാക്കി നമുക്ക് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ കുറച്ച് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കിക്കണ്ട് അത് ചെയ്യാനുള്ള നോക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനെ കോളനി നിവാസിയും NSS കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ഗീത അവരുടെ നിലവിളി കൊടുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനെ ക്ഷണിക്കുന്നു.
നമ്മളെ ഇത് സംസാരിക്കാനായി നമ്മുടെ റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ, ഇന്ദിരാണി കോളനി നിവാസികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വാർഷികം എല്ലാ വർഷവും ജനുവരി 25-ാം തീയതിയാണ് നടത്താറുള്ളത്. അത് മിക്കവാറും വർഷങ്ങളിൽ, ഇത് ആരംഭിച്ചതിന് ശേഷം മിക്കവാറും വർഷങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്, അപൂർവം ചില വർഷങ്ങളൊഴിച്ച്. ഈ തുടങ്ങിയ കാലത്ത് വളരെ നന്നായി ആഘോഷിച്ചിരുന്ന ഒരു പരിപാടിയാണത്. കുട്ടികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളുടെ എല്ലാ പരിപാടികളും വളരെ നന്നായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. വളരെ ഐക്യത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും എല്ലാവരും ഇതിൽ ഭാഗഭാക്കായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ആവേശം ഇടക്കാലത്ത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നിയിരുന്നു. കാരണം ഈ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള കുട്ടികളുടെ കുറവ്, അല്ലെങ്കിൽ കുട്ടികളെല്ലാം വലുതായി കഴിഞ്ഞതുകൊണ്ടുണ്ടായിരുന്ന ഈ അവരുടെ അഭാവമാണ് പ്രധാന കാരണമായിട്ട് അതിനുണ്ടായിരുന്നത്. ഏതായാലും ഈ വർഷവും വളരെ നന്നായി അത് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അത് മാത്രമല്ല, ഇത്തരം ഈ പരിപാടിക്ക് എന്തായാലും ഇപ്പോൾ ഭാഗഭാക്കാവുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കാവുന്ന കുട്ടികൾ കുറവാണെങ്കിലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ കാര്യം, ഈ നമ്മുടെ വാർഷിക ദിനം ആഘോഷിക്കുന്നതിന് കഠിനമായി പ്രവർത്തിച്ച, ഇതിൻ്റെ കൂടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികളെയും ഞാൻ ഹൃദയപൂർവ്വം ഓർക്കുന്നു. അത് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രവർത്തിച്ച വനിതകളെയും ഞാൻ താല്പര്യത്തോടുകൂടി, നന്ദിയോടുകൂടിയിട്ട്, ഈ കോളനി അസോസിയേഷന് വേണ്ടി നന്ദിയോടുകൂടിയിട്ട് ഞാൻ ഓർക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ളതായ നമ്മുടെ വാർഷികം കൂടുതൽ നന്നായിട്ട്, കൂടുതൽ ഭംഗിയായി എല്ലാ വർഷവും നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് വന്നതിൽ, ഈ കോളനിയിലേക്ക് സഹകരിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. പാട്ടോടുകൂടി നമുക്ക് പരിപാടി ആരംഭിക്കാം. Jolly, jolly, Papa, each and Judy now, Papa, Happy Mother. അടുത്തത് മീനാക്ഷിയുടെ ഒരു നഴ്സറി റൈം. 1, 2, 3, 4, 5. You just caught a fish alive. 7, 8, 9, 10. I will let it go again. Why will you let it go? Because it bit my finger so. Which did you bite? The little finger on my right. Thank you.
മുറ്റത്തുരത്തത്ത് പുന്നാരിച്ചൊരുമുല്ല നട്ടു. കണ്ണീർ തേനി നനച്ചു കിനാവിന്റെ പൊന്തൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ കാത്തൊരു കൗതു കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിന്റെ മുട്ടവനെന്നെ വന്നു കട്ടു. ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. ഇന്നു ഞാൻ എന്റെ മുറ്റത്തുരത്തത്ത് പുന്നാരിച്ചൊരുമുല്ല നട്ടു. മിണ്ടാതെത്തിയ കാത്തൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിന്റെ ജീവന മുട്ടവനെന്നെ വന്നു കട്ടു. ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. വൈകിട്ട് കൈകൊട്ടിപ്പാടുന്ന തത്തമ്മക്കിളിയുടെ പാട്ടിന്നു കേട്ടില്ലേ ഞാൻ. വണ്ണാത്തിപ്പുള്ളിനും അണ്ണാരക്കണ്ണനും വണ്ണപ്പൻ ചുട്ടു കൊടുത്തില്ലേ ഞാൻ. മനത്തൂടെ മേഘത്തിരിൽ മലകമാരെത്തും നേരം മല കൊത്തുമാറിലണിയിക്കാൻ മുല്ലപ്പൂക്കണില്ല. എന്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. ഇന്നു ഞാൻ എന്റെ മുറ്റത്തുരത്തത്ത് പുന്നാരിച്ചൊരുമുല്ല നട്ടു. മിണ്ടാതെത്തിയ കാത്തൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിന്റെ ജീവന മുട്ടവനെന്നെ വന്നു കട്ടു. ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. വന്നെങ്കിലമ്പിളി കുട്ടനും തുമ്പിക്കും പിന്നെയും കൂട്ടായി തേൻ വസന്തം. തന്നെങ്കിൽ ഓരോരോ ചുണ്ടിലുമായാത്തി പുഞ്ചരിച്ച ചെടുത്ത ചന്തം. കുക്കുരുവി മാമരത്തിൽ വേരുകൾ പാടുമെങ്കിൽ കാട്ടരുവി കെട്ടും കൊലുസുകൾ പൊട്ടിച്ചിരിച്ചുവെങ്കിൽ സ്വപ്നങ്ങൾ മുട്ടിട്ടൊന്നുവെങ്കിൽ. ഇന്നു ഞാൻ എന്റെ മുറ്റത്തുരത്തത്ത് പുന്നാരിച്ചൊരുമുല്ല നട്ടു. മിണ്ടാതെത്തിയ കാത്തൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിന്റെ ജീവന മുട്ടവനെന്നെ വന്നു കട്ടു. ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. ഗജാനനയുതം ഗണേശ്വരം ഗജാനനയുതം ഗണേശ്വരം ശ്രീ ഗജാനനയുതം ഗണേശ്വരം ശ്രീ ഗജാനനയുതം ഗണേശ്വരം ശ്രീ ഗജാനനയുതം ഗണേശ്വരം ഭജാമി സതതം സുരേശ്വരം 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 ശ്രീ ഗജാനനയുതം ഗണേശ്വരം അജേന്ദ്ര പൂജിത വിഘ്നേശ്വരം
पूजित विघ्नेश्वरम् आजेन्द्र पूजित विघ्नेश्वरम् आजेन्द्र पूजित विघ्नेश्वरम् गणातिसन्नुत पादपद्मकरम् आजेन्द्र पूजित विघ्नेश्वरम् गणातिसन्नुत पादपद्मकरम् कुञ्जरभञ्जन चतुरतरकरम् कुञ्जरभञ्जन चतुरतरकरम् गुरुगुहाग्रजम् प्रणवाकरम् कुञ्जरभञ्जन चतुरतरकरम् गुरुगुहाग्रजम् प्रणवाकरम् दनिद पम पद पामगरि सगरि सा सनि धनि सनि सरि गम पाद सारि सरि गम गरि सनि सानि धनि द पद पमगरि स गजानन युतं गणेश्वरम् कुञ्जरभञ्जन चतुरतरकरम् गुरुगुहाग्रजम् प्रणवाकारम् दनिद पम पद पामगरि सगरि सा सनि धनि सनि सरि गम पाद सारि सरि गम गरि सनि सानि धनि द पद पमगरि सरि गजानन युतं गणेश्वरम् भजामि सततं सूरेश्वरं श्री गजाननयुतं गणेश्वरम्
இது என்ன கனவா? மலைகளே மலைகளே இது என்ன நினைவா? உலகியதே எனதுள்ளம் பெருகியதே விழி வெள்ளம். விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. மலர்களே மலர்களே இது என்ன கனவா? மலைகளே மலைகளே இது என்ன நினைவா? உருகியதே எனதுள்ளம் பெருகியதே விழி வெள்ளம். நின்னோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா. மார்பில் ஒளிந்து கொண்டால் மாதம் நம்பு வரும் கூந்தலில் ஒளிந்து கொள்ள வரவா. என் கூந்தல் தேவன் தூங்கும் பள்ளி அறியார் மலர் சூன்று வயதில் என்னை மறந்து போவதுதான் முறை. நினைக்காத நேரம் இல்லை காதல் நதியே நதியே உன் பேரை சொன்னால் போதும் இன்று வழிவிடும் காதல் நதியே. என் சுவாசம் உன் மூச்சு உன் வார்த்தையின் பேச்சு 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வே வா. மலர்களே மலர்களே இது என்ன கனவா? மலைகளே மலைகளே இது என்ன நினைவா? உருகியதே எனதுள்ளம் பெருகியதே விழி வெள்ளம். விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. பூவில் நாம் இருந்தால் காற்று வாழ்த்திருந்தால் காதல் காதல் என்று பேசும். நீலா தமிழறிந்தால் அலி மொழி அறிந்தால் நம்மேல் கவிழுதி வீசும். வாழ்வோடு வாழ்வதுதானே வண்ண நிலவே நிலவே வானோடு நீளம் போல இழைந்து கொண்டது எந்த உறவே. உறங்காத நேரம் கூட உந்தன்
മലകളെ മലകളെ ഇത് എന്നെ നിലവാ ഉരുകിയതേ Thank you. எப்பவுமே ஹாட் ஆசைக்குள்ள கேட்டு வாங்கி கோடி கேட்டு சச்சின் பாட்டு ஜானகின் பாட்டு சிவாஜின் ஆக்ட் ஜில்லானாலே ட்ரீட்
അസൈക്കില്ല ഗേറ്റ് വാങ്ങിക്കോടി കേട്ട് സച്ചിന്ന പാട്ട് ജാനകിന്ന പാട്ട് ശിവാജിന്ന ആറ്റ് ജില്ലനാളെ ട്രീറ്റ് നമസ്കാരം, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു മലയാളം പാട്ട് പാടാം, പിന്നെ സമയത്തിനനുസരിച്ച് ഞാൻ വേറൊരു ഹിന്ദി പാട്ട് പാടുന്നതായിരിക്കും. സോ പാടാൻ തുടങ്ങാണ്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളിയേ, പൈങ്കിളി മലർത്തേൻ കിളിയേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. തെന്നലും മകളിക്കയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. താങ്ക് യു. ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും ചെയ്ത പാലക്കാടത്തെ ഒരു പ്രമുഖ നടനായ, പാലക്കാട്ടൊരു ആചാര്യനായ, എൻ്റെ ഗുരുവായ പുത്തൂർ രവിയേട്ടനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ നാടകത്തിനെ പറ്റി ഒരു രണ്ട് വാക്ക് പറയുവാൻ ഞാൻ വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും എനിക്കില്ല. ഇത് സുജാതയുടെ ആവശ്യമാണ്. ഇത് വിളിച്ചു വരുത്തിയതേ അങ്ങനെയാണ്. ഇതൊരു വലിയ നാടകം അല്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി പാലക്കാട് ടാപ്പ് നാടകവേദി 4 മിനിറ്റ് ദൈർഘ്യമുള്ള 40 നാടകങ്ങൾ, ഒരു നാടകത്തിൽ 4 പേർ എന്നൊരു നിബന്ധന വെച്ച് ഒരു നാടകോത്സവം നടത്തുകയുണ്ടായി. 4 മിനിറ്റാണ് ക്രൈറ്റീരിയ. അപ്പം ഇതിന് നാടകത്തിന് മറ്റ് സംഭവങ്ങളൊന്നും 4 മിനിറ്റിനകത്ത് നാടകം തീർന്നിരിക്കണം എന്നാണ്. അങ്ങനെ ഞങ്ങളൊരു മത്സരം എന്നുള്ള നിലയ്ക്ക് ഈ നാടകമുണ്ടാക്കി 3 മിനിറ്റ് 50 സെക്കൻഡ് കൊണ്ട്
ഈ നാടകം തീർത്തു. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അത്ര വേഗതയും ഉണ്ടാവും. അത് നാടകത്തിൻ്റെതായ നാടകീയ അംശങ്ങളൊന്നും ഇതിലുണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാവരും കരുതലോടെ കാണുക. പുറത്തേക്ക് നോക്കുകയോ തിരിയുകയോ കണ്ണ് ചിമ്മുകയോ ചെയ്താൽ ചിലപ്പോൾ നാടകം തീരും. എങ്കിലും ഒരു ആശയം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കണം, അല്ലെങ്കിൽ അതിലൊരു ആശയം ഉരുത്തിരിഞ്ഞ് വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശ്രദ്ധയോടെ കാണുക. ഇതിൽ അഭിനയിക്കുന്നത് നിങ്ങളുടെ സുജാത വിജയൻ ഒന്ന്, പിന്നെ ഹരിഗോകുൽ ദാസ് പാലക്കാടിലെ ടൗൺ നോർത്ത് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. നല്ലൊരു നടനാണ്. എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും എന്തിനും സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന അതുല്യനായ ഒരു നടനാണ്. ഇതിനിടയ്ക്ക് ഇതിൽ 4 പേരാണ് അഭിനയിച്ചിരുന്നത്. അതിൽ ഒരാളുടെ മകൻ്റെ കല്യാണം റിസപ്ഷനാണ്. അത് ഞങ്ങൾ പോയിട്ട് വരികയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നടനില്ല. അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് ഇല്ല. അങ്ങനെ സുജാതയോട് കളിക്കണ്ട എന്ന് പറഞ്ഞു. സുജാതയുടെ അത്യാഗ്രഹം കൊണ്ട് ഇന്നലെ നിങ്ങളുടെ കോളനിയിൽ നിന്ന് തന്നെ ഒരു കുട്ടിയും കൊണ്ട് വന്നു. മിടുക്കിയായ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടി. വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാനസി. തീർച്ചയായും ഈ കോളനിയുടെ ഒരു അസറ്റാണ് മാനസി. എല്ലാവർക്കും നന്ദി. അവർ കളിക്കട്ടെ, നമുക്ക് കാണാം. ചൗട്ടി ചൗട്ടി ഉമ്മുമ്മ ഉമ്മുമ്മ ചൗട്ടി. എന്റെ ബദരിങ്ങളെ, എന്റെ കുട്ടിക്ക് എന്തേ പറ്റിയത്? അയ്യോ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എവിടെ എവിടെന്ന്? അവിടെ ഇല്ലേന്ന്? അയ്യോ, എന്റെ കുട്ടിക്ക് എന്തേ പറ്റിയത്? എന്താണ് ഇങ്ങനെ അലർന്ന്? അന്റെ ആരെങ്കിലും ഇവിടെ മെയ്യത്തായ അതിന് മെയ്യത്തായാന്ന്? അയ്യോ, നോക്കീന്ന് ഓളുമാര് ഓളെ സ്കൂളിൽ നിന്ന് ചവിട്ടി അലാക്കാക്കിയിരിക്കണേ. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞാണ് ഓളെ ആ മൊട്ടച്ചിയുടെ സ്കൂളിൽ വിടണ്ടാണ്. നിങ്ങള് കേട്ടോ? ഓ, കേക്കില്ലാലോ. വലിയ തുർക്കി സാഹിബിന്റെ മോനല്ലേ. എന്റെ റബ്ബേ, ഞാൻ ഇനി എന്റെ മോളോട് എന്ത് ഉത്തരം പറയൂ? അതേടി, തുക്കിടി സാഹിബിന്റെ മോൻ തന്നെ. അല്ലാണ്ട് അന്നെ പോലെ മീൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയ മീൻകാരന്റെ മോനല്ലടി. അതല്ലടി അന്നൊരു മീൻനാറ്റം. എന്തിനാ പറഞ്ഞത്? മീനാണോ? അല്ലേ? തൊള്ള തുറക്കാണ്ട് വെറുക്കൻ അവിടെ നിന്നോളി. നിങ്ങൾ എന്തേ നീ പറഞ്ഞതാ? നോക്കിയിരുന്നു നാളോ നോക്കിയിരുന്നു? അല്ല, നോക്കിയിരുന്നു. എന്തിന്റെ പൂതിയാണ്? കഴിഞ്ഞ് എണ്ണപ്പ 10-16 അടങ്ങടി അടങ്ങടി. നിങ്ങൾക്ക് ഇപ്പൊ പുതിയ പെണ്ണിന്റെ പുതിയാപ്പിളാവാനുള്ള പൂതിയാണ് അല്ലേ? അടങ്ങടി ബലാലെ, അടങ്ങ്. എടി, എന്റെ കുട്ടികൾക്ക് നല്ല 10 ക്ലാസും ഉദ്യോഗം കിട്ടിയപ്പോ അന്റെ തലയ്ക്ക് ഇങ്ങനെ അടങ്ങൽ കൂടുണ്ട്. അതാണ് അന്റെ ഇന്നളപ്പ്. എടി, അന്റെ കുടിയിൽ നിന്ന് എന്റെ കുട്ടികൾ ഈ ചേർക്കാവൂടി. നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയത് എങ്ങനെയാന്നൊക്കെ എനിക്കറിയാം. പറയടി. കോപ്പി അടിച്ചിട്ടല്ലേന്ന്? അല്ല, ആര് കോപ്പി അടിച്ച്? എടി, അത് ഐജിമാരുടെ പണി. നമ്മുടെ പണി കോപ്പി അടിക്കില്ല. കാശ് കൊടുത്ത് വാങ്ങിയതാണ്. കാട്ടിലെ മരം മുയോലം കട്ടുമുടിച്ച് വിറ്റിട്ടല്ലേ നിങ്ങളുടെ ബാപ്പ കാശുണ്ടാക്കിയ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതേടി, അങ്ങനെ തന്നെയാണ്. പത്തിരിക്കണ്ടത്തിൽ മുഹമ്മദ് സാഹിബ് ഈ നാട്ടിലെ പ്രമാണിയാണ്. ഈ കുടിയിൽ ഡാക്ടർ, എഞ്ചിനീയർ, കലക്ടർ ഒക്കെ ഉണ്ടായത്. എടിയേ, വലിയ സ്കൂളിൽ ചേർത്ത് വലിയ പഠിപ്പ് പഠിച്ച എന്റെ കുട്ടികളെ ചേർക്കായത് അറിയാൻ. സർക്കാർ സ്കൂളിൽ എന്തേലും കുഴപ്പം? നിങ്ങളുടെ മോക്ക് വന്ന പുയ്യാപ്പിള സർക്കാർ സ്കൂളിലല്ലേന്ന് പഠിച്ചത്? സർക്കാർ സ്കൂളിൽ പഠിച്ച എനിക്ക് എന്തേലും കുഴപ്പം? ബിബരല്ലേന്ന്? അല്ലാ, ഒരു ബിബരം നിൽക്കണ കണ്ട.
സർക്കാർ സ്കൂളിൽ മൂക്ക് ഒലിപ്പിച്ച് പോയതാണ്. ഞമ്മളുടെ കുട്ടികൾക്ക് നല്ലപോലെ കായ് കൊടുത്തിട്ടാ പഠിപ്പിച്ച്. സർക്കാർ സ്കൂളിലാണ് ചെന്താ ഇതേവരെ പാഠബുക്ക് തീന്തടി. ആഴ്ചയിൽ 5 ദിവസം അടിച്ച സമരല്ലേ മാഷന്മാര് സമരം അടിച്ചാൽ പറയാനും വയ്യ. അങ്ങനെയൊക്കെ വെച്ചാലേ സർക്കാർ സ്കൂളിൽ പഠിച്ചാലേ നോള ചോണുള്ള ആൺകുട്ടിയാവും, നല്ല വിവരം ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങളുടെ മക്കളെ പോലെ പെണ്ണ് കെട്ടിരും ബാപ്പാന്റെ വാലി അടക്കടി എന്റെ തൊള്ളടക്ക്. അനക്ക് പറ്റിയ പണിയില്ലേ മീൻ കാച്ചോടും തന്നെ. മത്തി മത്തി മത്തി. ഞാൻ എന്റെ കുടി പോണ്, ഞാൻ എന്റെ ബാപ്പാന്റെ പോണ്. നിങ്ങളോട് ഇരുന്നാള് എന്റെ ബാപ്പേ മീൻപാണ്ടിന്ന് കെട്ടായിട്ടാ സമ്പാദിക്കണത്. ഞാൻ എന്റെ കുടിക്ക് പോണ്. നിങ്ങൾ വേണമെങ്കിൽ അത്ര വണക്കണ വീട്ടിൽ കണ്ടെന്നാള്. ഞാൻ എന്റെ കുടിയിലേക്ക് പോണ്. ഞാൻ പോണ്. അല്ല എന്റെ കുടിക്ക് പോണ്. അനക്കിപ്പ എന്താ വേണ്ട? അനക്കിപ്പ എന്താ വേണ്ടത് പറ. അനക്കിപ്പ എന്താ വേണ്ട? എന്റെ കുട്ടീന്റെ ഊരെ ചവിട്ടി അടിച്ചതേ ഏത് വമ്പത്തിയായാലും ഏത് ടീച്ചറായാലും ഓളുടെ മുഖത്തിട്ട് 2 എണ്ണം കൊടുക്കണം. നിങ്ങൾക്ക് പറ്റോ? ഇല്ലെങ്കിൽ പറയും, ഞാൻ പോയി കൊടുത്തിട്ട് വരാ 2 എണ്ണം. അടങ്ങ് അടങ്ങ്. ഈ ഓളോട് ചോദിച്ചാ ഓളിനാരെ ചവിട്ടിന്ന് ചോദിച്ചാ അപ്പയ്ക്കല്ലേ നിങ്ങൾ വന്ന് അടങ്കറുണ്ടാക്കിയേ? ഇല്ലെങ്കിൽ ഇവിടെ പോലീസ് വന്നിട്ടുണ്ടാവും. മോളെ റസിയ, മോളെ മോളെ റസിയ, ഈ ഇവിടെ വാ, ഈ ഇവിടെ വാ. മോളെ അയ്യോ എന്റെ കുട്ടീന്റെ കാല് ചവിട്ടി ഓടിച്ചിരിക്കണ. എന്റെ കുട്ടീന്റെ കാല് ഓടിഞ്ഞത് കണ്ടില്ലേ? അല്ല റസിയ, ഒന്ന് അടങ്ങ്. അല്ല റസിയ, മോള് ആരാ ചവിട്ടി? ആരിമ ചവിട്ടി? എന്നെ ആരും ചവിട്ടിയില്ല, ഞാനേ ചാണകം ചവിട്ടിയതാ. കേട്ടടി, ഓള് ചാണകം ചവിട്ടി. അല്ല ഞാന് ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാ ഗാന നിർജരി കേട്ടു തരിച്ചു നിന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാ ഗാന നിർജരി കേട്ടു തരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തിന്നൽ താളമടിക്കാൻ പോലും മറന്നു പോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെ ഒരു നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ഇന്നലെ ഒരു നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു.
അരികിൽ നിൽപ്പൂ. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബന ലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. താങ്ക് യു. ഈ പാട്ട് വന്നിട്ട് 2 കൊല്ലം മുന്നേ ഇറങ്ങിയ സിനിമയിൽ നിന്നാണ്. ആഷിക്കി 2. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. खुद से जुदा अगर हो जाएंगे तो तुझसे ही हो जाएंगे जुदा. क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो. तेरा मेरा रिश्ता है कैसा, एक पल दूर गवार नहीं. तेरे लिए हर रोज है जीते, तुझको दिया मेरा वक्त सभी. कोई लम्हा मेरा ना हो तेरे बिना, हर सांस पे नाम तेरा. क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो. तेरे लिए ही जिया मैं खुद को जो यूं, दिल दिया है तेरी वफा ने मुझको संभाला. सारे गमों को दिल से निकाला. तेरे साथ मेरा है नसीब जुड़ा, तुझे पाके अधूरा न रहा. क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो. थैंक यू. പാടിയില്ലോ, പ്രയർ പാടിയില്ലോ. മാനസി, മാനസി, അർജുൻ, അനുശ്രീ, ലക്ഷ്മി, പ്രിയ, പ്രേം, പ്രിയ, 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 പ്രേമന് കൊടുത്തല്ലോ അല്ലേ. നയന, ആതിര, ആദിത്യ,
ഹൃത്തിക, മീനാക്ഷി അല്ലേ, മീനാക്ഷി, ശ്രേയ, സംയുക്ത, ഇനി ഡ്രാമ ടീമിലെ സുജാത, മിസ്റ്റർ ഹരിഗോവിന്ദൻ, ശോഭ, പങ്കെടുക്കണം എല്ലാ പരിപാടിയിലും കേട്ടോ. ഗിഫ്റ്റ് തന്നെ ആയിക്കോട്ടെ, ഇതൊന്ന് കൊടുക്കൂ. മ്യൂസിക് വെക്കുമ്പോ ഇത് പാസ് ചെയ്യുക, മ്യൂസിക് നിർത്തുമ്പോ ആരുടെ കയ്യിലാണോ അവര് നമ്മൾ പറയുന്ന കാര്യം ചെയ്യുക, അതാണ്. മ്യൂസിക് നിർത്തുമ്പോ ആരുടെ കയ്യിലാണോ അവരാണ് ചെയ്യേണ്ടത് കേട്ടോ. പുറത്തു പോയല്ല, അത് കാര്യം ചെയ്യണം, അതാണ്. വളരെ സിമ്പിളാണ് ചെയ്യാൻ പറയണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിലിം സോങ്. മൈക്ക് കൊടുക്കൂ, മൈക്ക് കൊടുക്കൂ. ഇത് കഴിയുമ്പോ ആ പുള്ളി അല്ല, ഇനി പാടിയാള് സർക്കിളിൽ നിന്ന് പോവുക.
Again music. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ മതി. അതെ, ഒരു ഡാൻസിന്റെ കുറച്ച് സ്റ്റെപ്സ് ചെയ്യുക. അത് തന്നെ, അതെ, അത് തന്നെയാണ് ഇത്. ഞാൻ പാട്ട് പാടിയില്ലേ, നിങ്ങളെന്താ മ്യൂസിക് ഇട്ട് കൊടുത്താൽ മതി. മ്യൂസിക് ഇട്ടോ ഡാൻസ് ചെയ്യട്ടെ. వేదాళത്തെ తిన్న ఏ పొగడు gift. വലിയ സർക്കിളാക്കൂ. എന്റെ പൊന്ന് നടന്നത് 10 ഗിഫ്റ്റ് വേണം. ഒരാളുടെ കൂടെ മേടിക്കും. ആർക്കാ കിട്ടിയത്? അല്ല, ഒരാൾ പിടിക്കും. ആരെങ്കിലും ഭുവനയാണോ? അല്ല, സുമ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫിലിം സ്റ്റാറിനെ അനുകരിച്ച് കാണിക്കാം. ഏതെങ്കിലും ഒരാൾ, മോഹൻലാലിനെയോ അല്ലെങ്കിൽ മമ്മൂട്ടി. എന്നാ ശരി, വേറെ പറയാം. ഒരു കോമഡി ഡയലോഗ് പറയൂ. എന്നാ വേണ്ട, വേറെ ഒരെണ്ണം പറയാം. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതും എന്നാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതായ ഒരു കാര്യം ഓപ്പണായിട്ട് പറയണം. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതും എന്നാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതും. അതിപ്പോ എങ്ങനെയാ അറിയുന്നത്? ഞാൻ സിനിമ കാണണമെന്ന് വിചാരിക്കും, ആൾക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ പിന്നെ ഐ എം ടോട്ടലി ഔട്ട് ഓഫ് ദാറ്റ് സിനിമയായിട്ട്. അത് തന്നെയാണല്ലേ? ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് പറയാം. ഓക്കെ. ഗിഫ്റ്റ് എനിക്കിതിൽ ഏതാ ചോദിക്കാൻ പറ്റിയത്? അല്ല,
ശരി, നിങ്ങളുടെ പാർട്ട്ണറെ സ്റ്റേജിൽ വിളിച്ചിട്ട് വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആവശ്യപ്പെടുക. വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആവശ്യപ്പെടുക. ചെല്ലു ചെല്ലു സ്റ്റേജിലേക്ക്. അതില്ല, ഭുവനെ വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടണം കേട്ടോ. നടത്തി കൊടുക്കാൻ വേണം, വാക്ക് പാലിക്കുകയും വേണമെന്നേ. ആ സ്നേഹത്തിന്റെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് മേടിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ചോദിക്കും, ഇഷ്ടമുള്ള സ്നേഹപൂർവ്വം ചോദിക്കൂ. വരട്ടാൻ പാടില്ല, വരട്ടാൻ പാടില്ല, ഭൂരെ ചോദിക്കൂ. ഭുവന് നല്ലൊരു ഡയമണ്ട് നെക്ലസ് സ്നേഹപൂർവ്വം ചോദിക്കും. ഓ ശരി, എന്നാ വേറെ എന്തെങ്കിലും ചോദിച്ചേ. ഇല്ല, അവിടെ നിന്നൊക്കെ കെട്ടി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി പഴയ സാമ്പാറും ചട്നി ഉള്ളൂ. നല്ല സാരി ഇഷ്ടം പോലെ മേടിച്ചു തന്നിട്ടുണ്ടാവും. പിന്നെ അതും ഇല്ല. സ്നേഹം ശരിയായില്ല കേട്ടോ, സ്നേഹം ശരിയായില്ല കാണിച്ച. സ്വഭാവം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന റെസിപ്പി പറയാ. നല്ല ലോങ് എനിക്ക് വിസ്തരിച്ച് പറയണം. ഒന്ന് കൊടുക്കൂ. പനീർ ബട്ടർ മസാല ഒന്നുമില്ല, ചെറുതാണ്. എന്റെ വീട്ടിൽ നിറയെ വഴുതിനിങ്ങ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ടൊരു വഴുതിനിങ്ങ ബജ്ജി, അത് എളുപ്പമാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. വഴുതിനിങ്ങ 1/4 ഇഞ്ച് വട്ടത്തിൽ നുറുക്കിയിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ടിട്ട് വാർന്ന ശേഷം കടലമാവ്, ഇപ്പം ഒരു 4 വഴുതിനിങ്ങയാണെങ്കിൽ 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, ജീരകം മുഴുവൻ, കുറച്ച് കായം, ഉപ്പ്, മുളക് പൊടി, ഈസ്റ്റ്, ഇത് കലക്കി കുറച്ച് നല്ല പരുവത്തിൽ, അധികം വെള്ളമാവരുത്, വെള്ളമാണെങ്കിൽ അത് പിടിക്കില്ല, എടുത്ത് ഇതിൽ മുക്കി വറക്കുക, സുഖമായി തിന്നാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബെസ്റ്റ് പാചകക്കാരന്റെ അവാർഡ് കിട്ടിയ ആളായിട്ടോ. ഒരു വലിയ കയ്യടി. അപ്പൊ അത് കഴിഞ്ഞു പറ്റിയതന്നെ ചോദിച്ചതല്ലേ.
നടുക്കേക്ക് നിൽക്കും നിങ്ങളുടെ പാർട്ട്ണറെ സോപ്പിടാനായിട്ട് നിങ്ങൾ എന്ത് ആയുധമാണ് പ്രയോഗിക്കാറുള്ളതെന്ന് ഇവിടെ അഭിനയിച്ച് കാണിക്കണം. അപ്പൊ കരഞ്ഞു കാണിച്ചാൽ മതി. ഒരു കാര്യം ആവശ്യപ്പെട്ട് കരഞ്ഞു കാണിക്കുക. ഇന്ന് വെഡിങ് ഡേ ആണ്. പ്രത്യേകിച്ച് ഇന്ദ്രാണി നഗറിന്റെ ആശംസകൾ. അപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പാർട്ട്ണറോട് കരഞ്ഞു കയറി ഒരു നല്ല കാര്യം ആവശ്യപ്പെടും. കരയാൻ ചോദിക്കട്ടെ എന്താ ആയുധം? അതുകൊണ്ട് കരയുന്ന ഭൂഷണല്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അങ്കിൾ. ദേഷ്യപ്പെട്ട് നിന്നാലും തന്നോളും പാവം. അങ്ങനല്ല, സോപ്പിടാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരെണ്ണാണ് നമ്മൾ സോപ്പിട്ട് ചോദിക്കുക. ചോദിക്കും ഡയറക്റ്റ് ആയിട്ട്. തന്നിട്ട് ദേഷ്യപ്പെട്ട് പോവാ, അല്ലെങ്കിൽ കരയുക. അപ്പൊ കരഞ്ഞു കാണിക്കും. എന്നിട്ട് ഒരെണ്ണം ചോദിക്കും കരഞ്ഞിട്ട്. ആന്റി കരയാന്ന് അങ്ങനെ പെട്ടെന്ന് പറ്റില്ല ആന്റി. ഷോ അഭിനയിക്കുമെന്നാ, കരയുന്നതായിട്ട് അഭിനയിക്കൂ. എന്നാ ശരി, ഒരു പാട്ട് പാടിട്ടോ. എന്നാ ഡാൻസ്. മോൻ നല്ലതായിട്ട് ഡാൻസ് കളിച്ചു. ഡാൻസ് കളിക്കും. എന്നാ ശരി, ഒരു ഓട്ടം തുള്ളലിന്റെ 2 സ്റ്റെപ്പ് പാടി. ഓട്ടം തുള്ളൽ. അമ്മ സഹായിച്ചു കൊടുക്കും. എന്താണ് ഒരു പാട്ട് 4 വരി പാടിയാ മതി. ശരി ശരി, ഓക്കെ. ഭർത്താവിനെ അടിച്ചിട്ട് 2 ചോദിച്ചില്ലേ? കൊടുത്ത അങ്ങോട്ട് കൊണ്ടാ മതി. അയ്യേ മ്യൂസിക് കുറച്ച് കാണുള്ളൂ. വലിയ പാട്ട് തന്നെ കൊടുക്കാം. പ്രിയ ഒരു നാടൻ പാട്ടിന്റെ 4 വരി ചൊല്ലു. എന്നൊരു പാട്ടാ, സാധാരണ ഫീലിംഗ് സോങ് പാടിക്കോളാം. ഏറ്റവും ഇഷ്ടം ഡാൻസ് ആണ്. ഡാൻസ് കളിച്ചോളൂ. കൈകൊട്ടി കളിയുടെ 2 സ്റ്റെപ്പ്. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പാട്ട് പാടി തരാൻ വേണമെങ്കിൽ. മോളെ മക്കളെ ആരെങ്കിലും ഒന്ന് പാട്ട് പാടി കൊടുക്കൂ. ഒരു പാട്ട് പാടി കൊടുക്കണം. കോമഡി ഡയലോഗ് എഴുതി വെച്ചിരിക്കുക. അപ്പൊ പിള്ളേർക്ക് അതാക്കാം അല്ലെ, കോമഡി ഡയലോഗ്. നാടൻ പാട്ടിന്റെ മൈക്ക് കൊടുക്കും. ആന്റി എന്റെ സൗണ്ട് ഒന്നും ശരിയായില്ല. ഞാൻ പാട്ടൊന്നും ഇതുവരെ പാടിയിട്ടില്ല. എന്നെ കാണാൻ നിന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ്, എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്നുവരെ വന്നില്ലാരും.
അപ്പൊ അവർക്ക് പാസ് ചെയ്യാൻ ഞാൻ ഈ സർക്കിൾ തിരിക്കാനൊന്നും ഇല്ല. ഇവരോട് 3 സർക്കിൾ ക്യാച്ച് ഇടാൻ പറയും. അതൊന്നും അറിയില്ല. ഞങ്ങള് 3 പേര് എന്താണെങ്കിലും 3 പേര് ഒരുമിച്ച് ജയിക്കണത് ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ ഒരുമിച്ച്? അല്ല, ശരിക്കും നമ്മൾ എഴുതിയിരിക്കുന്നത് ഇതൊക്കെയാണ്. ഫിലിം സ്റ്റാറിനെ അനുകരിക്കുക, ഓട്ടം തുള്ളല്, കോമഡി ഡയലോഗ്, ഇതൊക്കെയാണ് നിങ്ങൾ എഴുതിയിരിക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏതാ ചെയ്യാം? ഡാൻസ്. പക്ഷെ ഇനി 2 റൗണ്ടും കൂടി ചെയ്യണം. അപ്പോ ശരി, എന്നാ ഡാൻസ് ചെയ്യും. ഒന്നിച്ച് ശരി. അപ്പൊ വീണ്ടും പാസ് ചെയ്യാൻ ഓട്ടം തുള്ളലും കൂടി വേണം. പഴയ സ്റ്റാഴ്സ് ആണ്. ഗിരീഷ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും 3 പേരും കൂടി. അത് സാരമില്ല, നല്ല പാട്ടിടും. ഈ ഒരെണ്ണം കൂടി चिकलेट दा